ഒരിക്കൽ ഒരു കടുവ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ അമ്മ വിട പറഞ്ഞു. ഒരു ആട്ടിൻപറ്റമാണ് പിന്നെ ഈ കടുവ കുഞ്ഞിനെ വളർത്തുന്നത്. ആ കൂട്ടത്തിൽ ചേർന്ന് പുല്ലു മാത്രം തിന്ന് അവനും അങ്ങനെ സസ്യഭുക്കായി. കടുവ കുഞ്ഞാണ് എന്നത് ഓർമ്മിക്കണം. ഒരിക്കൽ ഒരു വയസ്സൻ കടുവ ആ ആട്ടിൻപറ്റത്തെ കാണാനിടയായി. കൂട്ടത്തിലൊരു കടുവയെ കണ്ട് അത്ഭുതപ്പെട്ട വയസ്സൻ കടുവ അവനെ വാരിയെടുത്ത് ദൂരെ കൂടി. എന്നിട്ട് ഒരു നദിയിലെ വെള്ളത്തിന് അഭിമുഖമായി കുഞ്ഞു കടുവയെ നിർത്തി. വെള്ളത്തിലെ പ്രതിബിംബത്തിൽ അന്ന് ആദ്യമായി അവൻ സ്വന്തം രൂപം കണ്ടു. തൻ്റെ കണ്ണും മൂക്കും നഖവും എല്ലാം വ്യത്യസ്തമാണെന്ന തിരിച്ചറിവിൽ അന്നു മുതൽ അവൻ യഥാർത്ഥ കടുവയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. അകപ്പെട്ടു പോകുന്ന സൗഹൃദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ആർക്കും വളരാനാകില്ല. നിങ്ങളുടെ എക്കോസിസ്റ്റം, നിങ്ങളുടെ ആവാസ വ്യവസ്ഥ നിങ്ങളെ തീരുമാനിക്കും. താൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും അനുവദിക്കാത്ത കൂട്ടുകെട്ടുകളിൽ വീണു പോകാതിരിക്കുക. സ്വന്തം പ്രതിബിംബം നോക്കി യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കുള്ളിലെ യഥാർത്ഥ നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ ഉണർത്താൻ കഴിയൂ. നിങ്ങൾ ചെന്നു പെട്ടിരിക്കുന്ന കൂട്ടം, നിങ്ങൾ ചെന്നു പെട്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥ നിങ്ങളെ നിശ്ചയിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കുതറി മാറണമെങ്കിൽ സ്വയം നിങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾ തന്നെ വളർത്തിയെടുക്കണം. നമ്മുടെ കടുവക്കുഞ്ഞ് വെള്ളത്തിൽ എങ്ങനെയാണോ തൻ്റെ പ്രതിഫലനം കണ്ടത് അതുപോലെ.